ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കഴിക്ക്. ഞാൻ കുറച്ചു കഴിഞ്ഞ് കഴിച്ചോളാം. മരുന്ന് സമയത്തിന് കഴിക്കണം. അവിടെ എങ്ങാനും വെച്ച് ഇനി തട്ടി താഴെ വീണു പോയാ പിന്നെ അതിന്റെ പിന്നാലെ നടക്കേണ്ടി വരും. ഇപ്പൊ തന്നെ കഴിച്ചേക്ക്. അല്ലെങ്കിൽ തന്നെ അവളിപ്പോ സംശയത്തിന്റെ പിന്നാലെയാ. ഓരോ തവണ ഓരോ കാര്യങ്ങൾ ചോദിക്കുക. ഒരു വിധത്തിലാ ഞാൻ ഈ ടാബ്ലറ്റ് അവളെ കൊണ്ട് കഴിപ്പിക്കുന്നത്. ഇനിയും ഇങ്ങനെ വൈറ്റമിൻ ടാബ്ലറ്റ്സ് കൊടുത്തോണ്ടിരുന്നാ മതിയോ? അമ്മ വിചാരിച്ച കാര്യം നടക്കണ്ടേ? എന്തു കാര്യം? അവർ തമ്മിൽ ഒരുമിച്ചൊരു ജീവിതം വേണ്ടേ? അതിന് ഒരു ദിവസമെങ്കിലും അവർ ഒരുമിച്ച് കിടന്നുറങ്ങണ്ടേ? ഇതുവരെ അമ്മ അതിനുവേണ്ടി എത്ര പ്രാർത്ഥിച്ചു. ഗോകുലിന്റെ പിന്നാലെ നടന്ന് കെഞ്ചി. എന്തെങ്കിലും നടന്നോ? ഇല്ലല്ലോ. ഇനി അത് ഞാൻ വിചാരിച്ചാലേ നടക്കൂ. അതെങ്ങനെ? നീ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അതൊക്കെ ഞാൻ മനസ്സിലാക്കി തരാം. അമ്മ ടാബ്ലറ്റിങ് തന്നെ. താ അമ്മേ. നീ എന്തേ കാണിക്കുന്നേ? ഇതെന്താ ഈ ടാബ്ലറ്റ്? ഇതേ സ്ലീപ്പിംഗ് പിൽസാ. ഇത് കഴിച്ചു കഴിഞ്ഞാ പിന്നെ നേരം വെളുക്കുന്നത് വരെ ഒന്നും അറിയില്ല. പെണ്ണെ, നീ വെറുതെ ആവശ്യമില്ലാത്ത പണിക്കൊന്നും പോരുത്. ഉറക്ക ഗുളിക കൊടുത്ത് അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ. എന്ത് സംഭവിക്കാൻ? ഇത് കഴിച്ചാ ചത്തുപോകത്തൊന്നുമില്ല. നേരം വെളുക്കുന്നത് വരെ നല്ല സുഖസുന്ദരമായിട്ട് ഉറങ്ങിക്കോളും. അത് മാത്രമേ സംഭവിക്കൂ. അതെന്തിനാണെന്നാ ഞാൻ ചോദിച്ചത്. ഇങ്ങനെ ഉറക്ക ഗുളിക കൊടുത്ത് അവളെ ഉറക്കേണ്ട കാര്യം എന്താ? അവർ തമ്മിൽ ഒന്നിക്കണ്ടേ? അതല്ലേ അമ്മയ്ക്ക് വേണ്ടത്. അതിന് ഇങ്ങനെ ചില വളഞ്ഞ വഴികൾ ഉപയോഗിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. എന്താ നിന്റെ ഉദ്ദേശം? ഇതെങ്ങാനും ഗോകുൽ അറിഞ്ഞാലുണ്ടല്ലോ, നിന്നെ പിന്നെ വെച്ചേക്കില്ല. ഗോകുൽ ഇതൊന്നും അറിയാൻ പോകുന്നില്ല. എല്ലാം ഞാൻ വിചാരിച്ച പോലെ നടന്നാ നാളെ മുതൽ അവൾ അവന്റെ യഥാർത്ഥ ഭാര്യയായിരിക്കും. ഇത് വേണോ മോളെ? എനിക്ക് നല്ലപോലെ പേടിയാവുന്നു. ഇങ്ങനെ വളഞ്ഞ വഴി സ്വീകരിച്ച് അവരെ ഒന്നിപ്പിക്കുന്നതിനേക്കാൾ അവര് സ്വയം മനസ്സിലാക്കി ഒന്നിക്കുന്നതല്ലേ നല്ലത്? എന്നാലേ അത് നിലനിൽക്കൂ. അതിന് കാത്തിരുന്നാലേ എന്റെ മുക്കില് പല്ല് കിളിക്കും. ഈ ജന്മത്ത് അത് നടക്കാൻ പോകുന്നില്ല. അത് നിനക്കെങ്ങനെ അറിയാം? അമ്മയുടെ മോരൊരു നല്ല ആൺകുട്ടിയായിരുന്നെങ്കിലേ ഇതിനു മുൻപേ അവൾ അവന്റെ ഭാര്യ ആയേനെ. കോടതിയിൽ വാദിക്കാനൊക്കെ നല്ല മിടുക്ക. ഇതൊരുമാതിരി പഴം വിഴുങ്ങിയതുപോലെ. രാത്രിയും പകലും കേസും കോടതിയും മാത്രം ചിന്തിച്ച് നടന്നാ പോരല്ലോ, സ്വന്തം ജീവിതം കൂടി നോക്കണ്ടേ? എന്റെ മോൻ അന്തസ്സുള്ളവനാ. വേണ്ടാത്ത ഒരു കാര്യം അവൻ ചെയ്യില്ല. വേണ്ടാത്ത ചില കാര്യങ്ങൾ ചെയ്താലേ വേണ്ടുന്ന കാര്യങ്ങൾ വേണ്ടതുപോലെ നടക്കൂ. മാർഗമല്ല, ലക്ഷ്യമാണ് പ്രധാനമെന്ന് അമ്മ ദിവസവും പ്രാർത്ഥിക്കുന്ന കൃഷ്ണൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അമ്മ ഇതിലിടപെടണ്ട. കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. അമ്മ വെറുതെ ഇടങ്കോലിടാൻ നിൽക്കാതെ ഏതെങ്കിലും ജോത്സ്യനെ വിളിച്ച് കല്യാണത്തിനുള്ള സമയം നോക്ക്. ഇങ്ങത്താ. ഈ കൊലുസ് അത് സമൃദ്ധ ഹോസ്പിറ്റലായിരുന്ന സമയത്ത് കാലിലിട്ടിരുന്നത്. അത് മോക്ക് മനസ്സിലായില്ലേ? നിന്റെ കാലിലുണ്ടായിരുന്ന കൊലുസാണെന്ന്. ഇതിന്റെ രണ്ടാമത്തെ കൊലുസ് എവിടെയാ? അത് ആ സമയത്ത് അവിടെ എവിടെയോ കളഞ്ഞു പോയതാ. മോക്കെന്തൊരു സംശയം പോലെ. അമ്മ ഇതൊക്കെ മുൻപ് പറഞ്ഞു തന്നിട്ടുള്ളതല്ലേ? ഇതെന്താ പരിപാടി? കൊലുസൊക്കെ എടുത്തു വെച്ചിട്ട്? ഒന്നുമില്ല, ഞാൻ വെറുതെ ഓരോന്ന് ഓർക്കായിരുന്നു. ഓ, അതൊന്നും ഇനി ഓർക്കാതിരിക്കാ ഭേദം.
അല്ലെങ്കിൽ തന്നെ ഓർത്തിട്ടിപ്പോ എന്തിനാ? ഓർഫനേജ് ജീവിച്ചിരുന്ന കാലമല്ലേ, അത് നമുക്കെല്ലാവർക്കും അറിയാലോ. എനിക്കെല്ലാം അമ്മയും ചേച്ചിയും പറഞ്ഞു തന്ന അറിവില്ലേ ഉള്ളൂ. അതിനപ്പുറം എന്റെ മനസ്സിൽ പല കാര്യങ്ങളും ബ്ലോക്കാ. ആക്സിഡന്റ് പറ്റുന്നതിന് മുമ്പുള്ള കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഉള്ളിൽ മുഴുവൻ നിറയുന്നത് ഇരുട്ട് മാത്രം. അത് എനിക്കുണ്ടാക്കുന്ന മാനസിക പ്രശ്നങ്ങൾ ചെറുതുമല്ല. അതൊക്കെ ചെറിയ ചെറിയ മെന്റൽ ബ്ലോക്കുകളാ. ഒരു നല്ല കൗൺസിലിംഗ് കിട്ടിയാ മാറാവുന്നതേ ഉള്ളൂ. നമുക്ക് വേണമെങ്കിൽ നല്ലൊരു സൈക്കോളജിസ്റ്റിനെ കാണാം. അതിരിക്കട്ടെ, ഇപ്പൊ തലവേദന എങ്ങനെയുണ്ട്? അല്പം കുറവുണ്ട്. പഴയ കാര്യങ്ങളെക്കുറിച്ച് ഓർക്കാൻ ശ്രമിക്കുമ്പോഴാ എനിക്ക് കൂടുതൽ തലവേദന വരുന്നത്. എന്നാ പിന്നെ അതിനെക്കുറിച്ച് ഓർക്കാതിരുന്നാ പോരെ, പ്രശ്നം തീർന്നില്ലേ? ടാബ്ലറ്റ് കഴിക്കേ. എന്നും അമ്മയാണല്ലോ ടാബ്ലറ്റും കൊണ്ടുവരുന്നത്. ഇന്ന് അമ്മയ്ക്ക് എന്തു പറ്റി? അമ്മയും തലവേദനയെന്ന് പറഞ്ഞ് റൂമിലിരിക്കുക. രാവിലെ മുതൽ ഇവിടെ സേവനവാരായിരുന്നല്ലോ. ഒരു ജോലിക്കാരിയെ വിളിച്ച് മുറി മുഴുവൻ തുടപ്പിക്കാന്ന് ഞാൻ പറഞ്ഞതാ, കേട്ടില്ല. അപ്പോ അമ്മയ്ക്ക് ഒറ്റയ്ക്ക് തന്നെ ചെയ്യണം. മുറിയും ജനലും ഫാനും ഒക്കെ അടിച്ചു തുടച്ച് വന്നപ്പോ ഡസ്റ്റ് അലർജിയായി. എന്നിട്ടിപ്പോ തുമ്മലും തലവേദനയും. പറഞ്ഞാ കേൾക്കില്ലെന്ന് വെച്ചാൽ എന്ത് ചെയ്യാനാ? എന്നിട്ട് അമ്മ അത് എന്നോട് പറഞ്ഞില്ലല്ലോ. പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ സഹായിക്കുമായിരുന്നില്ലേ? നിനക്കൊന്നാമത്തെ തലവേദനയല്ലേ, പിന്നെ ആ പൊടിയും കൂടി അടിച്ചാ അത് മതി. അതുകൊണ്ടാ വിളിക്കാതിരുന്നേ. കഴിക്കേ. ഇതെന്താ സാധാരണ തരുന്നതിന് പുറമെ 2 ടാബ്ലറ്റ് കൂടി? ഞാൻ ഡോക്ടറെ ഒന്നും വേറെ കണ്ടില്ലല്ലോ, പിന്നെന്താ? എന്നെയും ഗോകുലിനെ കാണുന്ന പോലെയല്ലല്ലോ അമ്മ സമൃദ്ധയെ കാണുന്നേ. ഞങ്ങൾക്കാർക്കെങ്കിലും എന്തെങ്കിലും വന്നാ അമ്മയ്ക്കത് വിഷയമല്ല. പക്ഷെ സമൃദ്ധയുടെ മുഖം ഒന്ന് മാറിയാ അമ്മയ്ക്ക് ഉടനെ ടെൻഷനാവും. ഇന്നലെ സമൃദ്ധയ്ക്ക് തലവേദന ഉണ്ടെന്ന് പറഞ്ഞപ്പോ തന്നെ അമ്മയ്ക്ക് ടെൻഷനായി. അപ്പൊ തന്നെ എന്നോട് ഡോക്ടറെ പോയി കണ്ടിട്ട് തലവേദനയുടെ ടാബ്ലറ്റ്സ് വാങ്ങാൻ പറഞ്ഞു. ഡോക്ടറെ കുറിച്ചെന്ന ടാബ്ലറ്റ്സാ ഇത്. കഴിക്കേ. ഞാൻ കുറച്ച് കഴിഞ്ഞ് കഴിച്ചോളാം. മരുന്ന് സമയത്തിന് കഴിക്കണം. അവിടെ എങ്ങാനും വെച്ച് ഇനി തട്ടി താഴെ വീണു പോയാ പിന്നെ അതിന്റെ പിന്നാലെ നടക്കേണ്ടി വരും. ഇപ്പൊ തന്നെ കഴിച്ചേക്ക്.